റോഡ് സുരക്ഷ വളരെയേറെ മുന്നേറേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് വിപരീത ഫലങ്ങൾ, അതായത് സുരക്ഷയുടെ വിപരീത അരക്ഷിതാവസ്ഥയാണ് നിരത്തുകളിലെല്ലാം തന്നെ ഉള്ളത്. ഇന്ത്യയില് ഈ അടുത്ത ദിവസം BBC ഇറക്കിയ റിപ്പോർട്ടും പ്രകാരം ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ 3 മിനിറ്റിലും ഒരാൾ റോഡിൽ മരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ദിവസം 474 പേര് റോഡിൽ മരിക്കുന്നു എന്നുള്ള പുതിയ കണക്കാണ് പുറത്തു വന്നേക്കുന്നത്. ഇത് വളരെ യുദ്ധസമാനം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു മിഷാപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിന് വീഴ്ചകൾ ഒരുപാടുണ്ട്. വളരെയേറെ വീഴ്ചകൾ കൊണ്ടാണ് ഇത്ര യുവാക്കൾ റോഡിൽ മരിക്കുന്നത്. ഇത്ര വലിയ അപകടങ്ങൾ, റോഡെല്ലാം അപകട ഭീഷണിയിലാണ്, അപകട മേഖലകളാണ്. 1-2 അപകട മേഖലകളല്ല, എവിടെയും അപകട മേഖലകളാണ്. ഞാൻ അതിൽ കാണുന്ന നിർദ്ദേശങ്ങൾ, എനിക്ക് പറയാനുള്ള നിർദ്ദേശങ്ങളും ഇതിന്റെ പഠനങ്ങൾ, വിവിധ പഠനങ്ങൾ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇപ്പോ റോഡ് സുരക്ഷ എന്ന ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റുകൾക്കാണെന്നാണ് ഉപരിതല ഗതാഗത മന്ത്രാലയത്തിലെ മന്ത്രി, ഞാൻ കൊച്ചിൻ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടൊരു നിവേദനം കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത്, ഇതെന്റെ ഉത്തരവാദിത്വം അല്ല, ഇത് അതത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം ഗതാഗത മന്ത്രിയുടെ കയ്യിലാണ്. എന്താണ് റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്നത്? അത് നമുക്ക് മനസ്സിലാക്കാം. ഈ അപകടങ്ങൾക്കെല്ലാം ഓരോ കാരണമുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, വാഹനങ്ങളുടെ കുതിരശക്തിയുടെ കൂടുതൽ വേഗത്തിൽ പോകാനുള്ള കരുത്ത്, പിന്നെ പക്വതയില്ലാത്ത ഡ്രൈവർമാര്, ഇതെല്ലാമാണ് അപകടങ്ങളുടെ ഈ രീതിയിലേക്ക് പോകുന്നത്. എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇത്രത്തോളം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നില്ല? ഇപ്പൊ ഈ റെക്കോർഡ്സ് അനുസരിച്ച് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് അപകട മരണങ്ങളുള്ള രാജ്യമാണ്. നമ്മുടെ രാജ്യം പുരോഗമിക്കുമ്പോഴും നമ്മളുടെ റോഡിലെ സുരക്ഷ തൃണവൽക്കരിച്ച്, അതായത് നെഗ്ലക്ട് ചെയ്തിരിക്കുകയാണ് കൺസേൺഡ് ലെവലില്. ഞാൻ അതിനെപ്പറ്റി ഒരുപാട് വറീഡാണ്. കാര്യം ഞാൻ 10-28 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ തന്നെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപകടങ്ങൾ പെരുകുമ്പോൾ അപകട പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് ഇല്ല എന്നുള്ളതാണ് ദുഃഖസത്യം. കാര്യം കുതിരശക്തി വാഹനങ്ങൾ, ഇപ്പൊ ബൈക്ക് ഓടിക്കുമ്പോൾ ആ ബൈക്ക് ഓടിക്കേണ്ട മര്യാദകൾ ഓടിക്കുന്ന ചെറുപ്പക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് പറയേണ്ടതായിട്ട് വരും. കാർ ഓടിക്കുന്നവർ എല്ലാവരും ഇടതുവശം ചേർന്ന് പോകണം. ഇപ്പൊ തന്നെ ആ ബൈക്ക് ആക്സിഡന്റ് വാഗനാറുമായിട്ട് ഇടിച്ചു, ആ പയ്യൻ മരിച്ചു. അല്പം ഇടതുവശം ചേർന്ന് പോയാൽ വാഹനങ്ങൾക്ക് പോകാം. ഒന്നാമത് നമ്മുടെ സ്റ്റേറ്റില് 1,70,00,000 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള റോഡ് നമുക്കില്ല. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, വാഹനങ്ങളുടെ ബാഹുല്യം അനുസരിച്ച് ടാക്സ് കളക്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഒരു കൊല്ലം കളക്ട് ചെയ്യുന്നത് ഏകദേശം 6,000 കോടി രൂപയാണ് ഒരു കൊല്ലം പുതിയ വാഹനങ്ങളിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്നത്. ആ രൂപ പുതിയ റോഡുകൾ നിർമ്മിക്കാനും ഉള്ള റോഡുകളെ വീതി കൂട്ടാനും വേണ്ടി ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്നില്ല. ആ പൈസ മുഴുവൻ സർക്കാരിന്റെ ദൂർത്തിനും മറ്റേ ചെലവുകൾക്കുമാണ്, പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനുമായിട്ട് ഉപയോഗിക്കുന്നത്. അതൊരു കൺസ്യൂമർ റൈറ്റ്സിന്റെ വയലേഷനാണ്. ഇപ്പൊ ഞാൻ വാഹനം മേടിക്കുമ്പോൾ അഡ്വാൻസ് ആയിട്ടാണ് ഞാൻ ടാക്സ് കൊടുക്കുന്നത്. അടുത്ത 15 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് റോഡുണ്ട്, സുരക്ഷിതമായ റോഡുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അഡ്വാൻസ് ആയിട്ട് ലൈഫ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. അപ്പോ ഈ പറഞ്ഞ 1,75,00,000 വാഹന ഉടമകളെ സർക്കാർ പറ്റിക്കുകയാണ്. റോഡ് സുരക്ഷയുടെ പേരിൽ നമ്മൾ ഇന്ന് സെസ് പിരിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് ഒരു റോഡ് സുരക്ഷാ പ്രവർത്തനവും നടത്തുന്നില്ല എന്നുള്ള ദുഃഖസത്യം കൂടി അറിയിക്കട്ടെ. രണ്ടാമത്, കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ 6 വരി പാത 4 വരി പാതകളൊക്കെ പണിയുമ്പോൾ എവിടെയാണ് ഒരു സുരക്ഷ ഉള്ള രീതിയിലുള്ള റോഡ് പണിതേക്കുന്നത്? ഇല്ല, ഒട്ടും തന്നെ ഇല്ല. ഇനിയിപ്പോ അടുത്ത വരും കൊല്ലങ്ങളിൽ റോഡ് അപകടങ്ങൾ ഇതിന്റെ 10 മടങ്ങായിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നതും ഈ കുതിരകളെ വണ്ടിയുടെ പിന്നിൽ കെട്ടുന്ന ഒരു രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. അത് മാറിക്കൊണ്ട് റോഡ് സുരക്ഷ സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കണം. അതിന്റെ ഗൗരവം, അതിന്റെ ഉപയോഗക്രമങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ, യുവാക്കളെ പഠിപ്പിക്കണം.
ഡ്രൈവിംഗ് ടെസ്റ്റ് കുറെ കൂടി കർശനമാക്കണം. കാര്യം ആർക്കും ആരെയും വണ്ടി ഇടിക്കാം, ശിക്ഷയില്ലായ്മയുണ്ട്. റോഡിൽ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും വാഹനങ്ങൾ കാണുന്നില്ല. അവരെയൊക്കെ ആധുനീകരിക്കണം. പോലീസിലെ ഒരുപാട് മെന്നിന്റെ ഷോർട്ടേജ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം തിരുവനന്തപുരത്ത് കുറെ പെൺകുട്ടികള് വിമൻ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് സെലക്ഷൻ ആയതാണ്, അവർക്ക് ജോലി കിട്ടിയിട്ടില്ല. അപ്പോ പോലീസിലെ പറഞ്ഞ വേക്കൻസികൾ ഫില്ല് ചെയ്യണം. അല്ലാതെ നമുക്ക് റോഡ് സുരക്ഷ ഉറപ്പാക്കാനുള്ള ഫോഴ്സ് പോലീസിലില്ല. സർ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ നഗരപ്രദേശങ്ങളിലെ റോഡുകളിലൊക്കെ നമുക്കറിയാം ഈ AI ക്യാമറ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ പ്രവർത്തനം എത്രമാത്രം കാര്യക്ഷമമാണെന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ ഉണ്ടായ അപകടം മലയോര പ്രദേശം, അതായത് ഈ അവധിക്കാലമാണ്, അതുകൊണ്ട് തന്നെ മലയോര പ്രദേശങ്ങളിലും വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. അവിടെയൊക്കെയുള്ള ഒരു മത്സര ഓട്ടം, കാരണം KSRTCയും ഈ വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന ബസ്സുമായി ബന്ധപ്പെട്ടുള്ള മത്സരയോട്ടം, അതൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എന്ത് സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കേണ്ടത്? ഇതൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നെങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? താങ്കൾ പറഞ്ഞത് അശ്വതി വളരെ നല്ല കാര്യമാണ്. കാര്യം മലയോര പ്രദേശങ്ങളിൽ ഇനി മഴക്കാലത്ത് അപകട സാധ്യതകൾ കൂടുതലാണ്. കാര്യം നമ്മൾക്ക് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് സ്പെസിഫിക്കേഷൻ തന്നെ ഒബ്സലിറ്റ് ആണ്. അതൊന്നും തന്നെ ഒരു റോഡ് സേഫ്റ്റിക്ക് സഹായിക്കുന്ന രീതിയിലുള്ളതല്ല. ക്രാഷ് ബാരിയേഴ്സ് ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല, റോഡിന് പലയിടത്തും വീതിയില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് തൃശൂർ സിറ്റിയിലെ 3 സ്റ്റേഷൻ ലിമിറ്റില്, അതായത് ഒല്ലൂര്, പീച്ചി, പിന്നെ മണ്ണുത്തി, ഈ 3 സ്റ്റേഷനിലെ അപകട കാരണങ്ങൾ പഠിക്കാനായിട്ട് എന്നെ കമ്മീഷണർ ഓഫ് പോലീസ് നിയോഗിച്ചു. ഞാനത് പഠിച്ച് റിപ്പോർട്ടും ഉണ്ടാക്കി. അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ചയാണ് ഉണ്ടായേക്കുന്നത്. റോഡിലെ അപകടങ്ങൾ, ഒരു അപകടത്തിന് പല കാരണങ്ങളുണ്ട്. ആ ഓരോ കാരണത്തിനും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതേ കാരണം കൊണ്ട് അതേ സ്ഥലത്ത് തന്നെ പലപ്പോഴും റോഡ് അപകടങ്ങൾ ആവർത്തിക്കുകയാണ്, മരണങ്ങൾ ആവർത്തിക്കുകയാണ്. ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളതാണ് നഗ്നസത്യം. എന്ത് പ്രിയോറിറ്റിയാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ 3 മിനിറ്റിൽ ഒരാൾ വെച്ച് മരിക്കുമ്പോൾ എന്ത് പ്രിയോറിറ്റിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തേക്കുന്നത്? ഒന്നും തന്നെ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാം നമ്മുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമ്മുടെ കുട്ടികളെ വീട്ടിൽ തന്നെ സുരക്ഷാ പാഠങ്ങൾ മാതാപിതാക്കൾ പഠിപ്പിക്കണം. ഇതുവരെ റോഡ് സുരക്ഷ സ്കൂളിൽ പാഠ്യവിഷയമായിട്ടില്ല. അത് എല്ലാ PTA ചേർന്നിട്ട് അതത് സ്കൂളിൽ റോഡ് സുരക്ഷാ വിദ്യാഭ്യാസം തുടങ്ങണം. ഞാൻ റോഡ് സുരക്ഷ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും കൂടിയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സുരക്ഷാ ബോധം വളർന്നില്ലെങ്കിൽ നമ്മുടെ അനേകായിരം യുവാക്കൾ റോഡിൽ മരണത്തിന് ബലിയാടാകും. അത് നമുക്ക് തടഞ്ഞേ പറ്റുള്ളൂ. ഇത് ഒരു കുടുംബത്തിന്റെ നഷ്ടം മാത്രമല്ല. ഇപ്പൊ തന്നെ ഒരു ഫുട്ബോൾ കളിക്കുന്ന ചെറുപ്പക്കാരനാണ് മലപ്പുറം ജില്ലയിൽ മരിച്ചത്. അത് അദ്ദേഹം ഈ രാജ്യത്തിന്റെ സ്വത്താണ്. അപ്പോ PTA ഇടപെടണം, ജില്ലാ ഭരണകൂടം ഇടപെടണം, ജില്ലാ MLA മാർ MP എല്ലാം ഇടപെടണം. ഇത് ഇടപെട്ടിട്ട് വേണം ഇതിനൊരു പ്രിവെൻഷൻ സ്ട്രാറ്റജി നമുക്ക് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്താൽ അപകടങ്ങൾ 30% വരെ കുറയ്ക്കാമെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.